ഇന്ന് നമ്മൾ പാസ്തയുടെ ഒരു പ്രിപ്പറേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാസ്ത എടുത്തു വെച്ചിട്ടുണ്ട്. ബട്ടർ, മൈദ, 2 സ്പൂൺ മൈദ, ഉപ്പ്, കുരുമുളക് പൊടിച്ചത്, ഇത് ചില്ലി ഫ്ലേക്സ്, ചുമന്ന മുളക്, ക്രഷ്ഡ് ചുമന്ന മുളക്, വെളുത്തുള്ളി, ചീസ്, 1 കപ്പ് പാല്, 4 ചിക്കൻ സോസേജാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് പ്രോസസ്ഡ് മീറ്റാണ്, ചിക്കൻ്റെ സോസേജ്. ഇതുകൊണ്ട് എങ്ങനെയാണ് ഒരു പാസ്ത പ്രിപ്പറേഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ സോസേജ് ആദ്യം ഒന്ന് ചെറുതായിട്ട് എണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്ത് വരാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നമ്മൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നു. അതിനകത്തേക്ക് നമ്മുടെ സോസേജസ് അരിഞ്ഞത് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോസേജിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നു. നമ്മൾ സ്റ്റൗവ് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ പാസ്തയുടെ പ്രിപ്പറേഷനാണ്. ആ പാസ്തയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ 6 കപ്പ് വെള്ളമാണിത് തിളയ്ക്കാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു. ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് 3 കപ്പ് പാസ്ത ഞാൻ ഇട്ട് കൊടുക്കുന്നു. പാസ്ത പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കവറിൽ എഴുതിയിരിക്കുന്ന ടൈം ഡ്യൂറേഷൻ നമ്മൾ എപ്പോഴും നോക്കണം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പാസ്തയുടെ കവറിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് പോലെ വേണം നമ്മൾ പാസ്ത എപ്പോഴും കുക്ക് ചെയ്യാൻ. ചിലപ്പോൾ ആ കുക്കിംഗ് ടൈം റേഞ്ച് ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ 3 to 5 മിനിറ്റ്സ് എന്നും 6 to 7 മിനിറ്റ്സ് എന്നും ഒക്കെ പറയും. അപ്പോൾ ആദ്യത്തെ ഇതിലാണ് നമ്മൾ അത് പാസ്ത വെന്ത് എടുക്കേണ്ടത്. ഇപ്പം എൻ്റെ ഈ നമ്മളിവിടെ ചെയ്യുന്ന ഈ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് 6 ആണ് കൊടുത്തിരിക്കുന്നത്. 6 മിനിറ്റ്സ് നമ്മളിത് വേണമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിലേക്കിട്ട് 6 മിനിറ്റ് നമുക്ക് ടൈം നോക്കി തന്നെ വേണം എപ്പോഴും പാസ്ത ചെയ്യാൻ. മിനിറ്റായി നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ഈ വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്ത് വരാം. ഒരു കടായി സ്റ്റൗവിൽ വെച്ച് നമ്മൾ സ്റ്റൗ ഓണാക്കി കൊടുക്കുന്നു. നമ്മളുടെ പാസ്ത പ്രിപ്പറേഷൻ നമ്മളെപ്പോഴും ബട്ടറിലാണ് ചെയ്യുന്നത്. പക്ഷേ ആ ബട്ടർ ഇടുന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്കാണ് നമ്മളുടെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ആ എണ്ണയിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ആ ബട്ടറിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു. ലോ ഫ്ലെയിമിലേ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുള്ളൂ. ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യുന്നത്. ആ വെളുത്തുള്ളി ഒന്ന് കുക്കായി വരട്ടെ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്.
1 കപ്പ് പാലും ചേർക്കുന്നു. ഈ കട്ട പോലെയുള്ളതെല്ലാം നമ്മൾ നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അര കപ്പ് പാലും കൂടെ നമ്മൾ ലേശമായിട്ട് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അതൊന്ന് കുക്കായി വരത്തക്കവണ്ണം. ലോ ഫ്ലെയിമിലേ നമ്മളിത് ചെയ്യുള്ളൂ. അതിനകത്തേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇവിടെ വൈറ്റ് സോസ് റെഡി ആയിരിക്കുന്നു. ഇതിനകത്തേക്ക് നമുക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. വെന്ത് ഊറ്റി വെച്ചിരിക്കുന്ന പാസ്ത നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ചേർത്ത് കൊടുക്കുന്നു. സ്റ്റൗ ഓഫ് ചെയ്യുന്നു. ഇതിനകത്തേക്ക് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ചെറിയ ഇതായിട്ട് ഇപ്പം അങ്ങ് നല്ല ഇതായിട്ട് ഡ്രൈ പോലെയായി. അപ്പോൾ ഒന്ന് ഇത് ചെയ്യാൻ സ്വല്പം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നു. ചെറുതായിട്ട് സ്റ്റൗ നമുക്കൊന്ന് ഓണാക്കി കൊടുക്കാം. പാല് ചേർത്തത് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഓണാക്കി കൊടുക്കുന്നു. അതെല്ലാം ആ സോസ് എല്ലായിടത്തും ആകത്തക്കവണ്ണം നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യണം. ലേശം ഉപ്പ് ചേർക്കുന്നു. അതൊന്നുകൂടെ മിക്സ് ചെയ്യുന്നു. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുന്നു.
പാസ്ത വിത്ത് സോസേജ്.